എല്ലാവർക്കും മേഴ്സീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഇഡ്ഡലി മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഒന്നോ രണ്ടോ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ വെജിറ്റബിൾ പണിയാരത്തെ പറ്റി. ഞാനിത് എൻ്റേതായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് ദോശമാവ്, 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 മീഡിയം സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് നന്നായിട്ട് പൊടിയായി അരിഞ്ഞു വെച്ചു. ഞാനിത് ചോപ്പർ ഉപയോഗിച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു തക്കാളി അരിഞ്ഞ്, കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ 3-4 ടീസ്പൂൺ മതിയാകും, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിത് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാം വഴറ്റിയിട്ടാണ് ദോശമാവിൽ ചേർക്കുന്നത്. അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് അല്പം എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുക. പിന്നീട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായി മൂത്ത് വരണം. പിന്നീട് ക്യാരറ്റ് ചേർക്കാം. തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് ഒത്തിരി വഴറ്റണമെന്നില്ല, നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് എന്നിവ നന്നായി ചേർത്ത് വഴറ്റി വരുമ്പോൾ പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില, ഡ്രൈ ഫ്രൂട്ട്സ്, തേങ്ങ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ദോശമാവിൽ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി വയ്ക്കുക. നമുക്ക് ഉണ്ണിയപ്പം പാൻ ചൂടാക്കിയിട്ട് ഓയിലൊന്ന് തടവുക. ഓരോ ചെറിയ തവി ഒഴിച്ച് മൂടിയിട്ട് വേവിക്കണം, ലോ ഫ്ലെയിമിൽ. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ആ സൈഡ് നന്നായിട്ട് മൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ച് ഇതേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഓയിൽ ഒഴിക്കാതെ ആണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് ചട്ടിയിൽ മാത്രമേ ഇങ്ങനെ എണ്ണ ഒഴിക്കാതെ ചെയ്യാൻ പറ്റുള്ളൂ. നോർമൽ ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.